ഗായ്സ് എന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നു. അല്ല പിന്നെ ആർക്കാരും ദേഷ്യം വരത്തില്ല. എത്ര നേരം കൊണ്ട് ആ കേക്കിൻ്റെ മുന്നിൽ നിൽക്കുവാന്നറിയാവോ? ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നമ്മുടെ ജാനിക്കുട്ടിയുടെ 8ാം പിറന്നാൾ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണിത്. ഒരുപാട് പ്രിയപ്പെട്ട ഒരു ജാനിക്കുട്ടിക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹം, സന്തോഷം കേട്ടോ. അപ്പോൾ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലേ. ഇനിയിപ്പോൾ ക്ഷമയെ പരീക്ഷിക്കാതെ നമുക്ക് കേക്ക് അങ്ങ് മുറിച്ചേക്കാം. Happy birthday to you. Happy birthday. Happy birthday. Happy അങ്ങനെ വീട്ടിലെ മൂത്ത 2 പേരുടെയും പിറന്നാളുകൾ കഴിഞ്ഞു. ഇനി മാർച്ചിൽ ഇളയ ചെക്കന്മാരുടെ 2 പേരുടെയും പിറന്നാൾ വരുന്നുണ്ട്. 3 ചെക്കന്മാർക്കിടയിൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന പെൺമണിയാണല്ലോ ജാനിക്കുട്ടി. അവ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. അടക്കവും ഒതുക്കവുമുള്ള ഒരു പാവം പെങ്കൊച്ചെന്നുള്ള ലേബലൊന്നും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആവശ്യമില്ല. അവർക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടം വേണം. ആത്മാഭിമാനത്തോടെ എന്തിനേയും തരണം ചെയ്യാനുള്ള കരുത്ത് വേണം. അത്രയും മതി. അല്ലാതെ ഈ പറയുന്ന പാവംകുട്ടി ലേബൽ കൊണ്ടൊന്നും മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളെ അവർ തടവിലാക്കുകയാണ് കേട്ടോ ആ ലേബലിട്ട്. നീ ഉറക്കെ ചിരിക്കരുത്, നീ എന്ത് സങ്കടങ്ങൾ വന്നാലും അങ്ങ് സഹിച്ചോണം, ആരോടും എതിർത്ത് നിൽക്കരുത്. ഇതൊക്കെയാണ് പണ്ട് നമ്മൾ കേട്ട ഉപദേശങ്ങൾ. പെണ്ണായി പിറന്നത് കൊണ്ട് മാത്രം സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ് കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും ഭംഗി ഉയരത്തിലേക്ക് പാറിപ്പറക്കാൻ അവളുടെ ചിറകുകൾക്ക് കരുത്തായി നിൽക്കുന്നതല്ലേ.